എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ല ദൊണ്ണെ ബിരിയാണിയാണ്. ഇത് ബാംഗ്ലൂരിൽ നല്ല ഫേമസ് ആണ്. ഇതിൻ്റെ പ്രത്യേകത നല്ല ഗ്രീൻ കളറായിരിക്കും. അപ്പോൾ ഇതിന് ആവശ്യമായ ചിക്കൻ എടുത്ത് അതിലേക്ക് തൈരൊക്കെ ഒഴിച്ച് കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ട് നമുക്കൊരു അരമണിക്കൂർ അതിനെ ആ മസാലക്കൂട്ട് പിടിക്കാൻ മാറ്റി വെക്കാം. ഇതിന് ഗ്രീൻ കളർ കിട്ടുന്ന മെയിൻ ഘടകങ്ങൾ പാലക് ലീഫ്, പുതിനയില, മല്ലി, മെന്തി, ഗ്രീൻ ചില്ലി. ഇതെല്ലാം കൂടെ നമ്മൾ ചെറിയ കുറച്ച് വെള്ളം എടുത്ത് അതിൽ തിളപ്പിച്ചതിന് ശേഷം അതിനെ മിക്സിയിലിട്ട് അടിച്ച് അവിടെ മാറ്റി വെക്കും. പിന്നെ ടൊമാറ്റോ അരിഞ്ഞ് വെക്കുന്നു, ഓണിയൻ ഇതെല്ലാം ആവശ്യത്തിന് അരിഞ്ഞ് നമ്മൾ നേരത്തെ തന്നെ വെക്കുന്നുണ്ട്. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ നമ്മൾ വെളിച്ചെണ്ണ ചൂടാക്കുന്നു. അതിലേക്ക് സുഗന്ധദ്രവ്യങ്ങളെല്ലാം കൂടി ഇടുന്നു. പേരെടുത്ത് പറയുന്നില്ല. അതൊന്ന് ചെറുതായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ മല്ലിയില ഇടുന്നു, സവോള ഇട്ട് കൊടുക്കുന്നു. ഇനി ഇതിനെയെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് ആവശ്യത്തിന് കല്ലുപ്പാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. കല്ലുപ്പിടുന്നു. മഞ്ഞപ്പൊടി നമ്മൾ ഓൾറെഡി ചിക്കനിൽ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതനുസരിച്ച് ഇട്ടാൽ മതി. അത്യാവശ്യം നല്ലപോലെ വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കുന്നു. ഇതെല്ലാം നല്ലപോലെ വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച ചിക്കനെ ഇട്ട് കൊടുക്കും. ഇനി ഈ ചിക്കനെ ഈ മസാലക്കൂട്ടും കൂടെ നമ്മൾ നല്ലപോലെ ഇളക്കി പിടിപ്പിക്കണം. മസാലക്കൂട്ട് നല്ലപോലെ ഇളക്കി പിടിപ്പിച്ചതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് ഇതിനെ അടച്ചു വെക്കാം. ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല. ഈ ചിക്കനിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം ഓട്ടോമാറ്റിക്കലി ഓൾറെഡി ഇറങ്ങിക്കോളും. ഇപ്പോൾ ചിക്കൻ ഹാഫ് ബോയിൽ ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കുന്നു. അതിനെയും ഇതിൻ്റെ കൂടെ ഒന്ന് നല്ലപോലെ മിക്സ് ആക്കുക. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച പേസ്റ്റ്, ഗ്രീൻ കളർ പേസ്റ്റ്. ഇതിൽ കളറൊന്നും നമ്മൾ ചേർക്കുന്നില്ല. ഞാൻ ഈ പറഞ്ഞ ഇലകളെല്ലാം അരച്ച ഒരു പേസ്റ്റാണ്. മുളകുണ്ട്, ആവശ്യത്തിന് മുളകും നമ്മളതിൽ അരച്ച് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നല്ലപോലെ പിടിപ്പിച്ച് ഒരു 5 മിനിറ്റും കൂടെ നമുക്കിത് നടത്തി വെച്ച് ഒന്ന് തിളച്ച് വരുമ്പോൾ ചിക്കനിൽ ഇതെല്ലാം ഇപ്പം നല്ലപോലെ ചിക്കൻ വെന്തിട്ടുണ്ട്. ഗരം മസാലക്കൂട്ടെല്ലാം നമ്മൾ പൊടിച്ച് വെച്ചിരുന്നു, അതെല്ലാം ഇതിലേക്ക് ഇടുന്നു. ഇനി ഇതിനെയെല്ലാം കൂടെ ഒന്ന് പിടിപ്പിച്ചതിന് ശേഷം നമ്മളിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. വെള്ളം ഒഴിക്കുമ്പോൾ നമ്മുടെ ആവശ്യം എത്ര റൈസിന് വേണ്ട വെള്ളമാണോ അത് ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് തിളയ്ക്കാൻ വെക്കുക. അത് തിളച്ച് വരുമ്പോൾ നമ്മൾ കഴുകി വാരി വെച്ച റൈസ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കൊരു 20 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ചേക്കാം. അത്യാവശ്യം നല്ല ഫ്ലെയിമിൽ തന്നെ വെച്ചാലും കുഴപ്പമില്ല. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുത്തു വെച്ച് അതിലേക്ക് നമ്മൾ കുറച്ച് നാരങ്ങ നീര് തളിച്ച് കൊടുക്കുന്നു. ബിരിയാണി റെഡി ആയിട്ടുണ്ട്. വെള്ളമെല്ലാം പറ്റി അടിപൊളി റൈസ്, ചിക്കൻ നല്ലപോലെ വെന്ത് ഇതിൽ നിന്ന് കിട്ടുന്ന നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയ വീഡിയോയെ നമുക്ക് ഇനിയും വീണ്ടും കാണാം.